ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നേക്ക് കൂടിയിട്ട് 10 വർഷമായിട്ടോ. 2015 ജാനുവരി 18 ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പം ഞങ്ങളെ വിഷ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. കുറേ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടാവണം. ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ 10th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാജേഷ് ചേട്ടൻ രാവിലെ എനിക്ക് എന്തോ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതാ ഗിഫ്റ്റ് തരാൻ വേണ്ടി പോവാണ് കേസ്. അപ്പോൾ എന്താണെന്നുള്ളത് പൊട്ടിക്കാൻ പോകണം. കല്ലി നെറ്റ് തരാം. രാജേട്ടന് ലീവ് ഇല്ല, നേരത്തെ പോകേണ്ടതുകൊണ്ട് എടുത്ത് ഇതാദ്യം തന്നു വെച്ചിട്ടുണ്ടായിരുന്നു. തന്നു അപ്പം ആ ദിവസം ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആ ദിവസം നമുക്ക് ഓപ്പൺ ചെയ്യുന്ന രാജേട്ടനുണ്ടായിരുന്നു. അതാണ് എവിടെ 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 താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി മൈ ലവ്. താങ്ക് യു. സ്കൂളിൽ പോയി, അതുകൊണ്ട് ബസ്സുക്കുട്ടി ഫ്രെയിമിൽ ഇല്ലാതായിപ്പോയി. അപ്പോൾ നമ്മൾ വൈകുന്നേരം ബസ്സുക്കുട്ടി എല്ലാവരും കൂടി ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കാണണം. കുഞ്ഞിപ്പെണ്ണ് തന്ന ഗിഫ്റ്റ് എന്തായാലും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് കൊടുക്കാത്തതിൻ്റെ സങ്കടമാണ്. എന്തായാലും രാശയുടെ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അത് എന്തായാലും സഹായിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തെച്ചൂസിന് സ്കൂളിൽ വിടാൻ വേണ്ടി വന്നതാണ്. തെച്ചൂസിന് ഡാൻസ് പ്രാക്ടീസിൻ്റെ കേസ്. അപ്പോൾ അത് വിടാൻ വേണ്ടി വന്നിട്ട് ഞാൻ നേരെ ഓഫീസിലും പോകണം. അപ്പോൾ തെച്ചൂസിൻ്റെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറുമ്പന് ഡാൻസ് ആണ്. കുറുമ്പ രാവിലെ വരാതിരിക്കും കരഞ്ഞു. കുറുമ്പ മോഹിനിയാട്ടല്ലേ കളിക്കുന്നത് അല്ലേ? കുച്ചിപ്പൊടിയാണ്. പിന്നെന്താണ്? ബ്രേക്ക് ഡാൻസ് ആണ്. നീ മൈക്കിൾ ജാക്സൺ ആവോടാ ഡാൻസ് കളിച്ചിട്ട്? കരാട്ടയൊക്കെ പഠിക്കും. ഞാൻ ഓഫീസിലുള്ളവർക്ക് സ്വീറ്റ്സ് കൊടുക്കണല്ലോ, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന കടയിൽ പോയി സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന വീട്ടിൽ പോയിട്ടാണ് മേടിക്കാൻ പോകുന്നത് കേട്ടോ. പൊതുവായിട്ടാണ് ഈ കട ഉള്ളത്. രാധാകൃഷ്ണ സ്വീറ്റ്സ്, ലഡ്ഡു, ജിലേബി, മിക്സ്ചർ, മൈസൂർ പാവ് അങ്ങനെ എല്ലാം ഉണ്ട്. ലഡ്ഡു, ജിലേബി, മിക്സ്ചർ, മൈസൂർ പാവൊക്കെ അടിപൊളി ടേസ്റ്റാണ്. കാരണം ഹോം മെയ്ഡാണ്. അപ്പം നമുക്ക് എന്ത് ഫംഗ്ഷൻ ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുന്ന അവിടെ സ്വീറ്റ്സ് മേടിക്കാൻ വന്നതാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ. ഇപ്പോൾ എന്ത് സ്വീറ്റ്സാണ് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേസ്. അപ്പോൾ ജിലേബി ലഡ്ഡു ഉണ്ടായിരുന്നു. അപ്പോൾ ലഡ്ഡു കഴിച്ച് നോക്കിയപ്പോൾ ലഡ്ഡു ഇഷ്ടമായി. അപ്പോൾ ലഡ്ഡു മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ ലഡ്ഡു ഒക്കെ മേടിച്ചു. അവിടെ ജിലേബിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നേരെ ഇനി ഓഫീസിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഈ സ്വീറ്റ്സൊക്കെ കൊടുത്ത്, സാധാരണ ഓഫീസിൽ ഞാൻ 2 വീലറിൽ പോവുകയാണ് ചെയ്യുക. പിന്നത്തെ ദിവസം ഞാൻ രാശേട്ടൻ തോന്നുന്നു രാശേട്ടൻ കൊണ്ട് വിടുമോ എന്ന് പറഞ്ഞു. കാരണം എപ്പോഴും രാശേട്ടൻ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മിക്ക സമയങ്ങളിൽ ഉണ്ടാവാറില്ല. ഉണ്ടാകുന്ന സമയം ചെറിയ ആഘോഷങ്ങളോടെ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ എന്നെ കൊണ്ട് വിടാൻ വേണ്ടി വരികയാണ്. എന്നെ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകുന്നേരം വിളിക്കാനും കൂടി വരണം. അപ്പോൾ കുറുമ്പന്മാരെയും കൂട്ടിയിട്ട് വരാമെന്നാണ് രാശേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ട് വിട്ടിട്ട് രാജേട്ടൻ പോയി. നമ്മുടെ കുറുമ്പൻസിനെയും കൂട്ടിയിട്ട് ഓഫീസിൽ വന്നു. ഇനി ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ രാജേട്ടൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ രാജേട്ടനെ കൊണ്ടുപോയി മേടിക്കാമെന്ന്. ദുബായിലുള്ള 9XM എന്നതിലേക്ക് വന്നേക്കും. അപ്പോൾ രാജേട്ടന് എൻ്റെ വക ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. വന്നതെന്താ ആൾ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്.
മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ജീൻസിൻ്റെ ഷർട്ട് എടുക്കാനായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അങ്ങനത്തെ ഷർട്ട് ഇല്ലായിരുന്നു കേട്ടോ. 2-3 കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നൊരു ബ്ലൂ കളർ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്ലൂ കളർ വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു കളർ ലൈറ്റ് കളർ ബ്ലൂ ആയിരുന്നു, വേറെ ഡാർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു കളർ, അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ രാജേട്ടനുള്ള ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കാം എന്താ സാധനം. പ്രിങ്കിൾസ് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കറിയില്ല, എനിക്ക് രാജേഷ് ചേട്ടനും അറിയില്ല. അപ്പോൾ അതിനു വേണ്ടി വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊടുവായൂർ തൈലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിങ്കിൾസ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു സാധനത്തിന് ഒരു ബോക്സിന് വന്നിട്ട് 220 രൂപ. ഞാൻ ആദ്യം സമ്മതിച്ചില്ല, പിന്നെ രാജേട്ടൻ പിന്നെ അവർക്ക് മേടിച്ച് കൊടുത്തു കേട്ടോ. ഇത് ഋതുക്കുത്തിയേ, നീ എവിടെ പോയ കള്ള അടക്കള്ള? സ്വിമ്മിംഗ് പൂളില് ഋതു വന്നപ്പോ ഒരേ ഉറക്കം. കള്ള தமிழ் படிச்சுட்டு வந்தாண்டி. தமிழ் படிச்சா? நீ உங்க பேர் என்ன சொல்லிட்டேடா தம்பி, என்ன தம்பி புள்ள தமிழ் படிச்சா? കേട്ടടാ. അച്ഛൻ്റെ അവിടെ സൂപ്പറാണാ. എങ്ങനെയുണ്ട്? നീന്തിയാ? വിശേഷം പറയും, വിശേഷം പറ. ഇപ്പോൾ നമ്മുടെ ഋതുക്കുട്ടി തിരുപ്പൂരായിരുന്നു. അങ്ങനെ തിരുപ്പൂരിൽ നിന്നാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഏട്ടനും നാത്തോനും അല്ലിയും തുമ്പിയൊക്കെ വന്നിട്ടുണ്ട്. തുമ്പി ചേച്ചി എങ്ങനെ തുമ്പിമ്മ അസുഖം മാറി എവിടെ പോയി ചോദിക്കേ? തമിഴ് ചോദിക്കടാ, ഇതൊരു തമിഴ് ചോദിക്കടാ. മറന്നോന്ന്. മാമന്റെ സ്വത്ത് ഇത് അവിടെ ഇരിക്കണേ വന്നിട്ടുണ്ട്. ണ്ട് ഋതുക്ക്, നമ്മുടെ ഋതുപ്പാപ്പയും ബച്ചുവാട്ടയും കൂടിയിട്ട് മൊബൈൽ കാണാണ്, കാർട്ടൂൺ. എൻ്റെ മൊബൈൽ എടുത്തിട്ട് വന്നിട്ട് ഇപ്പൊ ഉറക്കം വരുമ്പോ ഉറക്കമായിരുന്നോണ്ട് ആള് മൂഡ് ഓഫ് ആയിരുന്നു. ഇപ്പൊ ആള് ഭയങ്കര ചിരിക്കിടുക്കിയായിട്ടുണ്ട്. ചത്തെ മൊബൈൽ എവിടെയും വെക്കാൻ പറ്റില്ല, കള്ളക്കുട്ടികള്. ചിച്ചു അല്ലു അല്ലു ചിച്ചു അല്ലുക്കുട്ടി ചിച്ചു വാരിത് നീ വാ, ഞങ്ങൾ പോണൂട്ടാ. അങ്ങനെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. വീഴ്ത്തണ്ട ടേബിളിൽ വെച്ചോട്ടാ. ഋതുക്കുട്ടി കേക്ക് വന്നുട്ടാ. ഋതുക്കുട്ടി കേക്ക് വന്ന് കട്ട് ചെയ്യാൻ വാ. കേക്ക് വന്ന് വാ. ഓടി വന്നു, അതാ വരുന്നു. വാ തുമ്പി വാ. ഹാപ്പി ടു യു. എന്നാണോ ഹാപ്പി ടു യു അല്ലു. ഹാപ്പി ടു യു അല്ലു. ഹാപ്പി ടു യു. ചിരിക്കുന്നത് മൂഡ് ഓഫ്. തുറക്ക്. എല്ലാവരും കൂടി കൂടുമ്പോഴാണ് കേട്ടോ ഒരു ഇമ്പം എന്ന് പറയുന്നത്. നമ്മളുടെ ഋതുക്കുട്ടിയും തുമ്പിക്കുട്ടിയും വസുവും തെച്ചും അല്ലിയും നിധിയും ഒക്കെ കൂടിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഋതുക്കുട്ടിയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തുമ്പിക്കുട്ടിക്ക് വയ്യായിരുന്നു കേട്ടോ, പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആളിച്ചിരി മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യാനുള്ള റിത്ത കേക്ക് പുതുനഗരം. അപ്പോൾ ഈ കേക്കിൻ്റെ പേര് ഗോൾഡൻ കാരമൽ എന്നാണ്. അടിപൊളി കേക്കാണ് കേട്ടോ. Happy to you. Happy
അങ്ങനെ ഞങ്ങളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ദച്ചൂസ് ഇച്ചിരി മൂഡ് ഓഫിലായിരുന്നു, കാരണം ഇച്ചിരി ഉറക്കത്തു നിന്നൊക്കെ എഴുന്നേറ്റതിൻ്റെ ഒരു ഇതുണ്ട്. കുറച്ചൊക്കെ കഴിയുമ്പോൾ ആൾ ഹാപ്പി ആയിരിക്കും. കേക്ക് കട്ട് ചെയ്ത് ഋതുക്കുട്ടി കട്ട് ചെയ്തു, എല്ലാവരും കൂടി കട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ദച്ചു അവിടെ പോയി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ പിന്നെ കേക്ക് കഴിക്കലായി. കുറുമ്പൻസൊക്കെ ഒരേ കഴിക്കലാണ് കേട്ടോ. കേക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്താണ് എപ്പോഴാണ് ഒന്ന് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് മുറിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അതിനകത്തുള്ള അണ്ടിപ്പരിപ്പും ബദാമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ആഘോഷിക്കുന്ന പറഞ്ഞാൽ മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിങ്ങനെയൊക്കെ ആഘോഷിക്കും, മക്കളും ഇതൊക്കെ കണ്ട് പഠിക്കും. നമുക്ക് പറ്റുന്നൊരു ചെറിയൊരു ആഘോഷം, വേറെ വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ആ ഒരു സന്തോഷമൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കുട്ടീസ് എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിമാണിത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇതാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു അടിപൊളി ആഘോഷമായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും പലവിടെയാണ്, എത്തിപ്പെടാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ചൊരു ഫ്രെയിമിൽ വന്നിരിക്കുന്നത്. കേക്ക് വെച്ചാണ് അല്ലു ബേബി. അപ്പം നിങ്ങൾ ബഹളം കേൾക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ കുട്ടീസിൻ്റെ. അങ്ങനെ ബഹളമൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാണ് കുട്ടീസ് എല്ലാവരും കൂടി. അപ്പോൾ പൊറോട്ടയും ബീഫായിരുന്നു നമ്മുടെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ ഇനി എല്ലാവരും പോവാണ് കേട്ടോ ഗേസ്. ഇനി വീട് ഉറങ്ങിയ പോലാവും. അല്ലു നാളെ വരുവോ? ഓക്കെ പറയ്. നാളെ വരുവോ? ആ നാളെ വരുന്നു. ഓക്കെ ഡെന്ന്. ഒരു കൈതാ അല്ലു ബായ്. അല്ലു ബായ്. ടാറ്റ പറ. ഒരു കൈ ഒരു കൈ ഒരു കൈ ഒരു കൈ. ടാറ്റ ടാറ്റ ടാറ്റ. അങ്ങനെ സെലിബ്രേഷൻസ് കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.